ഡോക്ടർ വി ശിവദാസൻ, എന്താണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇനി ചെയ്യാൻ പോകുന്നത്? എന്താണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വഴി എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാം, തെരുവിൽ സമരം ചെയ്യാം, മോദിയുടെ കോലം കത്തിക്കാം. അതിലപ്പുറം നിസ്സഹായാവസ്ഥയുണ്ടോ ഇന്ത്യ മുന്നണിക്ക്? ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് മോദിയുടെ നേതൃത്വത്തിൽ RSSും BJPയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ജയിലിലടക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ്. എന്താണ് ഇതിൻ്റെ കാരണം? അവർ പറയുന്നത് ഇദ്ദേഹം ആം ആദ്മി പാർട്ടിയുടെ നേതാവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കൈക്കൂലിയായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ട്, മദ്യനയത്തിൻ്റെ നയവുമായി ബന്ധപ്പെട്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞിരിക്കുന്ന കമ്പനി ഹൈദരാബാദ് കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരാണല്ലോ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അരവിന്ദോ ഫാർമ ലിമിറ്റഡിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളാണ് P. ശരത് ചന്ദ്ര റെഡ്ഡി. അദ്ദേഹം ഇതിനകത്ത് മാപ്പ് സാക്ഷിയാക്കി മാറ്റപ്പെട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ മൊഴി അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ് പറയുന്നത്, ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇവിടെ ചോദ്യം എന്താണ്? ഇദ്ദേഹം മാപ്പ് സാക്ഷിയാവുന്നതിന് മുമ്പ് തന്നെ പണം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ പേര്, സംഭാവനയായി പണം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടിയുടെ പേര് BJP എന്നാണ്. ഇപ്പോൾ നാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കണക്ക് വന്നപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ തുക കൊടുത്തിട്ടുള്ളത് BJPക്കാണ്. മറ്റു ചില പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്, BRSന് കൊടുത്തിട്ടുണ്ട്, TDPക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വലിയ തുക കൊടുത്തിട്ടുള്ള പാർട്ടിയുടെ പേര് BJP എന്നാണ്. ആ BJP ആണ് 2022 നവംബർ 15 അരബിന്ദോ ഫാർമ 5 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയും അവയെല്ലാം 2022 നവംബർ 21 BJP എൻകാഷ് ചെയ്യുകയും ചെയ്തു. 2022 നവംബർ 11 മദ്യ അഴിമതി കേസിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അദ്ദേഹത്തെ P. ശരത് ചന്ദ്ര റെഡ്ഡിയെ അറസ്റ്റ് ചെയ്യുന്നത്. 2023 ജൂണിൽ ശരത് ചന്ദ്ര ഈ കേസിലെ മാപ്പുസാക്ഷിയായി മാറുകയാണ്. 2023 നവംബറിൽ അരബിന്ദോ ഫാർമ BJPക്ക് 25 കോടി രൂപ കൂടി നൽകുകയാണ്. അപ്പോൾ അരബിന്ദോ ഫാർമ കമ്പനി ആകെ കൊടുത്ത 52 കോടി രൂപയിൽ 35 കോടിയും കൊടുത്തിട്ടുള്ള BJPക്കാണ്. അത് പരസ്യമായി എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുകയാണ്. പരസ്യമായി ഇത് വെളിപ്പെടരുതെന്നും വെളിപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും BJPയുടെ നേതൃത്വത്തിൽ നടക്കുകയും ചെയ്യാം. ഇത് ആളറിയരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു ഇത്ര തുക BJPക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ആദ്യം കേസെടുക്കേണ്ടത് ഒന്നാമത്തെ പ്രതി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയും മോദിയുടെ പാർട്ടിയുമല്ലേ? ഈ അഴിമതിക്ക് വേണ്ടിയല്ലേ അവർ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാകുക. അപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി BJPയുടെ പറയട്ടെ, ഒന്ന് പൂർത്തീകരിക്കട്ടെ. BJP നേതാക്കന്മാർ, BJPയിലേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നടത്തിയ അഴിമതി അതൊരു വിഷയമല്ലാതായി തീരുന്നിരിക്കുന്ന രാജ്യമാണ്. ഹിമാന്തോ ബിശ്വാസിനെ ആലോചിച്ച് നോക്കുക. ഹിമാന്തോ ബിശ്വാസിനെതിരായിട്ട് 11 പേജുള്ള ഒരു കുറ്റപത്രം തന്നെ അവർ സമർപ്പിച്ചു. അത് പത്രങ്ങൾ വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഴിമതികളെക്കുറിച്ച്. ഏതൊക്കെ അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ വന്നിട്ടുള്ളത്? ശാരദ ചിറ്റ് ഫണ്ട് കേസുമായിട്ട് അദ്ദേഹത്തിന് ബന്ധം, ലൂറി ബർഗൻ സ്കാമിൽ, വാട്ടർ സ്കാമിൽ ഒക്കെ ഇദ്ദേഹം പെട്ടു. ഇതിൽ BJP തന്നെ പരസ്യമായി സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിച്ചു. അന്വേഷണങ്ങൾ വന്നു. ഇന്ന് ഇദ്ദേഹം പുണ്യാളനായിട്ട് BJPയുടെ ആസാമിലെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുകയാണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിയെന്ന് BJP നേതാക്കന്മാർ തന്നെ പ്രസംഗിച്ചിട്ടുള്ള ആദർശ് ഫ്ലാറ്റ് കുംഭകോണം, ഇവിടെ അങ്ങയുടെ ഉൾപ്പെടെ മത്സരം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അശോക് ചവാൻ ഏത് പാർട്ടിയിലാണ്? എന്താ അശോക് ചവാനെതിരെ നടപടിയെടുക്കാത്തത്? ജനുവരി മാസത്തിൽ 2 വീടുകളിൽ ED റെയ്ഡ് നടത്തി. റെയ്ഡ് നടത്തിയിട്ടുള്ള തപസ് റോയ് എന്ന് പറയുന്ന തൃണമൂൽ നേതാവിൻ്റെ വീട്ടിലേക്കാണ്. 2 രവീന്ദ്ര വാൽക്കർ എന്ന് പറയുന്ന ശിവസേനയുടെ നേതാവിൻ്റെ വീട്ടിലാണ് ജനുവരിയിൽ റെയ്ഡ്. മാർച്ചിൽ ഇവർ രണ്ടുപേരും BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നു. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങളാണ് മീഡിയ ഉപയോഗിച്ച് ആളുകളെ പ്രതിപക്ഷ പാർട്ടികളിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ഒരു കൃത്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീ B. ശിവദാസൻ, ഞാൻ ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.